പ്രിയ സഹോദരങ്ങളെ, ബിഷപ്പ് ഫൾട്ടൻ ജെ ഷീൻ തൻ്റെ പുസ്തകത്തിലൂടെ പറയുന്നത് ഇങ്ങനെയാണ്: ഈശോ എവിടെയെല്ലാം തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ഉയർപ്പിനെക്കുറിച്ച് പറയാതെ പ്രവചിച്ചിട്ടില്ല. തൻ്റെ ഉയർപ്പിനെക്കുറിച്ചുള്ള ഉറപ്പുണ്ടായിരുന്നത് കൊണ്ടാണ് തൻ്റെ പീഡാനുഭവങ്ങളിലും വേദനയിലും കഷ്ടത്തിലും ഒന്നും ഈശോ ഒരിടത്തും പതറാതെ സമചിത്തതയോടെ, ക്ഷമയോടെ, ശാന്തതയോടെ നിന്നത്. ഇതുപോലെ ശാന്തതയോടെ നിന്ന മറ്റൊരാളുണ്ട്, പരിശുദ്ധ കന്യാമറിയം, നമ്മുടെ പരിശുദ്ധ അമ്മ. ഈശോ ഉയർക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നത് പരിശുദ്ധ അമ്മയ്ക്കായിരുന്നു. ഈശോയുടെ കുരിശു മരണത്തിന് ശേഷം ശിഷ്യന്മാരെല്ലാം പല വഴിക്ക് ഓടിയപ്പോഴും എങ്ങോട്ടും ഓടാതെ തൻ്റെ പുത്രൻ ഉയർക്കുമെന്ന് ഉറപ്പോടെ, ക്ഷമയോടെ കാത്തിരുന്നത് പരിശുദ്ധ അമ്മയാണ്. ഉയർപ്പിൻ്റെ പ്രത്യാശയിൽ ആരെല്ലാം കാത്തിരുന്നു അവർക്കെല്ലാം ശാന്തതയും ക്ഷമയും സമാധാനവും ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. ഈ വചനഭാഗത്തിലൂടെ, പ്രത്യേകിച്ച് ഈ ഫൾട്ടൻ ജെ ഷീൻ്റെ ഈ ഒരു ചിന്ത വായിച്ചപ്പം മുതൽ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായത്, എൻ്റെ ജീവിതത്തിലെ വേദനയിലും കഷ്ടങ്ങളിലും രോഗങ്ങളിലും പീഡകളിലും എല്ലാം ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഉയർപ്പിൻ്റെ മഹത്വത്തിൽ പങ്കുചേർന്ന ഒരു സന്തോഷത്തിൻ്റെ സമയമുണ്ടെന്നുള്ളൊരു വലിയ പ്രത്യാശയും വിശ്വാസവും ഈശോയുടെ ഉയർപ്പ് എനിക്ക് തന്നതുകൊണ്ട് ഞാൻ ആ ഉയർപ്പ് ഈശോയുടെ പീഡാനുഭവത്തോട് ചേർത്ത് വെച്ചിട്ട് ഉയർപ്പിൻ്റെ മഹത്വത്തിലേക്ക് ഉള്ള വലിയ പ്രത്യാശ മുറുകെ പിടിച്ച് അതിലൂടെ പോകാൻ കഴിഞ്ഞത് സമാധാനത്തോടെ, ശാന്തതയോടെ, എൻ്റെ പ്രശ്നത്തിലും പ്രതിസന്ധിയിലൂടെ എല്ലാം കടന്നു പോകാനായിട്ട് കർത്താവ് എനിക്ക് ശക്തി നൽകി. പ്രിയ സഹോദരരെ, ഇതുപോലെ പരിശുദ്ധ അമ്മയെപ്പോലെ, ഈശോയെപ്പോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു പരാജയമുണ്ടെങ്കിൽ ഇതിന് ശേഷം വരാൻ പോകുന്ന വിജയത്തെക്കുറിച്ച് സ്വപ്നം കണ്ട്, ഭാവന കണ്ട്, വിശ്വസിച്ച് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടല്ലാതെ പരാജയത്തെക്കുറിച്ച് ഇനി നാം പറയരുത്, ചിന്തിക്കരുത്. ഏത് പ്രശ്നമുണ്ടോ, ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് ഈശോയുടെ പീഡാനുഭവത്തോട് ചേർത്ത് വെച്ചിട്ട് അവൻ്റെ ഉയർപ്പിൻ്റെ മഹത്വത്തിൽ നാം പങ്കുചേർന്ന് വിജയം വരിക്കുന്ന ഒരു സ്വപ്നം കണ്ടുകൊണ്ട് അല്ലാതെ, അവൻ്റെ മഹത്വത്തിൽ പങ്കുചേർന്ന് വിജയശ്രീലാടത്തിനായി ഞാൻ ജീവിക്കുന്നത് ഭാവനയിൽ വിശ്വാസപൂർവ്വം കണ്ടിട്ടല്ലാതെ ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളിലും, പ്രശ്നത്തെ പ്രശ്നമായും പ്രതിസന്ധിയായിട്ടും അത് അവിടം കൊണ്ട് തീരാൻ പോകുന്നു എന്ന ചിന്തയിൽ നമ്മുടെ ഒരു കാര്യത്തെയും അങ്ങനെ വിട്ട് കളയരുത്. നമുക്ക് ഈശോയെയും പരിശുദ്ധ അമ്മയും മാതൃകയാക്കി അവരുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചിട്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും ഈശോയുടെ ഉയർപ്പിൻ്റെ മഹത്വം ആഘോഷിക്കുന്നവരായി തീർന്നുകൊണ്ട്, കർത്താവേ, അങ്ങയുടെ ഉയർപ്പിൻ്റെ മഹത്വത്തിൽ ഞങ്ങളുടെ ഈ പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെയും ഞങ്ങളുടെ പാവാവസ്ഥയും എല്ലാം കളഞ്ഞ് ഉയർപ്പിൻ്റെ മഹത്വത്തിൽ ഞങ്ങളെയും ചേർക്കണമെന്ന് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാത്തിരിക്കാം.